വെല്ലുവിളിക്കുക, നിങ്ങൾ ഒരു റൗണ്ട് കൂടി തരണം നമുക്ക്. ഒന്നോ രണ്ടോ മൂന്നോ എത്ര എടുത്തോ? നമുക്ക് അവിടെ നിന്ന് കളിക്കണം. അവിടെ നിന്ന് കളിക്കണം. കളിക്കട്ടെ, കോർട്ട് മാറി കളിക്കാം. ശരി. ഇത് വാശിയാണ്. ഈ ഓരോ ബോൾ കുട്ടിച്ചാത്താനായിട്ട് പിടിച്ചിട്ടുണ്ടെന്നാൽ അവളെ വിചാരം വന്നു കഴിഞ്ഞാൽ തവള ചാടുവോ? എന്തും ചാടുവോ? മധുരം ചാടും. തോക്കുകയാണെങ്കിൽ അത് തോറ്റാലല്ലേ? തോറ്റാൽ തവള ചാടുവോ? തോറ്റാൽ പിന്നെ നമ്മള് ബിൻചേട്ടൻ വേണമെങ്കിൽ തവളയും ചാടും മധുരം ചാടും. മതിലും ചാടും വേലിയും ചാടും. അതില് ചാടി കുപ്പിച്ചില് കൊണ്ട് കീറിയ കഴിഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞാണ്. തവളച്ചാട്ടം വേണോ ചാട്ട വേണോ? വേഗം ഗെയിമിലേക്ക്. രണ്ടും വേണം. ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഞങ്ങളുടെ അടുത്തല്ല, അവരുടെ അടുത്ത് ചോദിക്കും. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യം അവർ സെലക്ട് ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ചാലഞ്ച് വെച്ചതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളെ വീണ്ടും മാടി ഞങ്ങളും വരുന്നു. ചലഞ്ച്. ഓക്കെ. ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താടാ? ചലഞ്ചിന്റെ സ്പെല്ലിംഗ് പറഞ്ഞിട്ട് പോയാൽ നിങ്ങളൊക്കെ മെയിൻ ആർട്ടിസ്റ്റുകളാണ്. പറയട്ടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ. ചലഞ്ച് എന്താണ്? കാണാം എന്നാണ്. കാണാം. ചലഞ്ച് എന്ന് പറഞ്ഞാൽ കാണാം. ഈ ഗെയിമിൽ ഞങ്ങൾ തോറ്റാൽ അനുകുട്ടി നിങ്ങൾ ഞങ്ങളെ ചാട്ടൊക്കെ അടിച്ചോ? നമ്മളെ പിടിച്ചോണ്ട് തലയിൽ ചായ തിളപ്പിച്ചോ? നിങ്ങൾക്കൊന്നും നാണം ഉണ്ടാ. 54 വയസ്സ്, 48 വയസ്സ്, 63 വയസ്സ്, 75 വയസ്സ്. അതാരാ? ഷഷ്ടിപൂർത്തി ആയവനിത് പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തവളച്ചാട്ടം ഉണ്ടോ ഇല്ലേ? തവളച്ചാട്ടം ഉണ്ട്. തവളച്ചാട്ടം വേണം, ചാട്ടയും വേണം. മൊത്തത്തിലുള്ള പോളിംഗ് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ചാട്ട പ്ലസ് തവളച്ചാട്ടം. സോ മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് റൗണ്ട്. Count down, please. 3, 2, 1. അങ്ങനെ പോരുക. രണ്ട് ടീമും അവരുടെ നിർദ്ദേശപ്രകാരം, റിക്വസ്റ്റ് പ്രകാരം അവർ കോർട്ട് മാറിയാണ് ഗെയിം കളിക്കുന്നത്. രണ്ട് ടീമിനും ഒരു പോയിന്റ് പോലും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കതല്ല, ഓസ്ട്രേലിയ വന്ന് ഇവിടെ പന്ത് പറിക്കി കിടക്കാണല്ലോ ഓർത്തിട്ടാ. അത് തന്നെ അല്ലടാ. സ്വാമി വല്ല അനുഗ്രഹം ഉണ്ടോ സ്വാമി? ഓക്കെ, അപ്പൊ ഇപ്പോ ജിഷ്ണേട്ടന്റെ ടീമിന് 1 പോയിന്റ്, 2 പോയിന്റ്. 1 അപ്പൊ 2 ഇവിടെ 0 ആണ്. എന്റെ ജിഷിന് ഒരു അവാർഡ് കൊടുക്കണം, അല്ല ഒരു പേവാർഡെങ്കിലും കൊടുക്കണം. എടാ ബോൾ വെച്ച് അവളെ ഇടിക്കട അവളെ. ഡൈന പറ്റും. Music is very crucial. നമ്മള് എല്ലാം കൂടെ നോക്കുമ്പോ, രണ്ട് റൗണ്ടും കൂടെ നമ്മൾ നോക്കുമ്പോ ഇപ്പോഴത്തെ പോയിന്റ് എന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 4-4. പക്ഷേ ബിനു ചേട്ടന്റെ ടീമിന്റെ ജയം, അതായത് ജിഷൻ ചേട്ടന്റെ ഗോൾഡൻ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതായത് ശരിക്കും ആമയും മൊയിലും പന്തയം വെച്ച പോലെയുള്ള ഒരു വലിയൊരു ഉയർച്ചയാണ് നിങ്ങൾക്ക് ഉണ്ടായത്. നിങ്ങൾ അറിയതോന്ന് നിർത്താവോ? പക്ഷേ എന്റെ പക്ഷയുടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നാല് കിട്ടിയായിരുന്നോ? അതെ, ഗെയിം ഇവിടം കൊണ്ട് നമ്മൾ തീർക്കുന്നില്ല. ഇല്ല, അതാണ് യെസ്, അങ്ങനെയുണ്ടേ.